പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു, നാഥനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈഡൻ ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ FB പേജിലൂടെ കർത്താവിൻ്റെ വചനവും ക്രിസ്തുവിൻ്റെ സാക്ഷിയുമായി ഒരു പ്രാവശ്യം കർത്താവിൻ്റെ പൊന്നുപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അടിയനൊരുക്കി തന്ന മഹാഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈഡൻ ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ അഡ്മിനായിരിക്കുന്ന പാസ്റ്റർ റിജു ആനാവറിനെ ഓർത്ത് കർത്താവിൽ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദാസന്റെ ശുശ്രൂഷകളെ കർത്താവ് അധികമായി മാനിക്കട്ടെ. ഗ്രൂപ്പിന്റെ എല്ലാ അഡ്മിൻസിനായി സ്തോത്രം ചെയ്യുന്നു. ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നിങ്ങളുടെ ശുശ്രൂഷകളെ കർത്താവ് വളരെയധികം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 2021 എന്ന സംഭവ ബഹുലമായ ഒരു വർഷക്കാലം നമ്മെ കടന്നുപോയി. 2022 എന്ന ഒരു പുതുവർഷത്തിന്റെ 2-ാം തീയതി ഇങ്ങനൊരു രാത്രികാലം കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ സ്വർഗത്തിലെ നാഥൻ അടിയൻ ഒരുക്കി തന്ന മഹാഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മുഖവരെയൊന്നും അധികമൊന്നും പറഞ്ഞു നിൽപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നില്ല. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറെ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ നല്ല കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏഡൻ ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിന്റെ സാക്ഷ്യവുമായി അങ്ങയുടെ തിരുവചനവുമായി അടിയനൊരിക്കൽ കൂടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ നാഥൻ അടിയനൊരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേക ഗ്രൂപ്പിനായി പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ അഭിഷിക്ത ദാസനായി കുടുംബത്തിനായി സ്തോത്രം. ശുശ്രൂഷകളെ മാനിക്കണം, അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ കർത്താവ് മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. കർത്താവ് വിശാലതയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവകൃപ സാന്നിധ്യം പകരണം. ഇന്ന് രാത്രികാലം നൽകപ്പെട്ടിരിക്കുന്ന തിരുവചനത്തിനായി സ്തോത്രം. കർത്താവെ ഇതിൽ നിന്ന് കർത്താവെ ചില സംസാരിപ്പാൻ സ്വർഗത്തിലെ നാഥനടിന്റെ വായോടും നാവോടും കൂടെ ഇരിക്കണം. കേൾക്കുന്നവർക്ക് അനുഗ്രഹത്തിനും വിടുതലും കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം അങ്ങയുടെ ഇമ്പസ്വരം കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണം. ചില നിമിഷങ്ങൾ അപ്പന്റെ പൊന്നുപാദപീഠത്തിലായിരിക്കട്ടെ. കൃപ മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതുവർഷത്തിന്റെ 2-ാമത്തെ ദിനം, 2-ാമത്തെ രാത്രികാലം കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ സ്വർഗത്തിലെ നാഥൻ അടിയൻ ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മേക്കാൾ ആരോഗ്യമുള്ളവർ, നമ്മേക്കാൾ കഴിവുള്ളവർ, നമ്മേക്കാൾ എല്ലാം കൊണ്ടും ഒരു പടി കൂടെ മുന്നിൽ നിൽക്കുന്നവർ എത്രയോ പേർ നമുക്ക് മുൻപേ ഈ ഭൂമുഖത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ സ്വർഗത്തിലെ നാഥൻ വീണ്ടും ഈ ഒരു പുതുവർഷം കൂടെ കാണുവാൻ ഈ ഭൂമിയുടെ പരപ്പിൽ നമ്മെ ആക്കി വെച്ചത് ഓർത്ത് കർത്താവിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനൊരു കാരണമുണ്ട്. കർത്താവിന് ഇനിയും നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന്റെ നാമ മഹത്വത്തിനു വേണ്ടി ഇനിയും നാം ഓടേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവത്രേ നാം ഇന്നും ജീവനോടെ ആയുസോടെ ഈ ഭൂപ്പരപ്പിൽ ആയിരിക്കുന്നുള്ള കാര്യം ദൈവജനം ഒരിക്കലും മറന്നു പോകുവാനൊക്കെ വണ്ണമിടിയായി തീരരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവ് തിരുവചന ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വാക്യം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറെ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് കർത്താവ് ഇന്ന് രാത്രികാലം നമുക്ക് നൽകിയിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സംഭവ പശ്ചാത്തലമാണ് ഇതിന് പുറകിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മോശ സീനായി പർവ്വതത്തിലേക്ക്
കർത്താവിനോടൊത്ത് അല്ലെങ്കിൽ കർത്താവും മോശയുമായി സംസാരിക്കുവാൻ തക്കവണ്ണം ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ കർത്താവിൻ പറയപ്പെട്ട സീനായി പർവ്വതത്തിലേക്ക് മോശ കയറി ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഇവിടെ പാളയത്തിൽ അല്ലെങ്കിൽ താഴ്വരയിൽ ഇപ്പോൾ ജനത്തോടൊപ്പം ഉള്ളത് അഹരോനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് ആമേൻ സ്തോത്രം മരുഭൂമിയുടെ സ്ഥലത്തെത്തിയപ്പോൾ ദൈവം മോശയെ ഹല്ലേലൂയ സീനായിലേക്ക് വിളിപ്പിച്ചു. കാരണം ദൈവത്തിന് ചില സംസാരിക്കാനുണ്ട്. ചില പ്ലാനുകളെ, പദ്ധതികളെ മോശയോട് അറിയിക്കേണ്ടതിന് ആമേൻ സ്തോത്രം ദൈവം മോശയെ സീനായിലേക്ക് വിളിച്ചു കയറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതേസമയം അഹരോൻ ഇസ്രായേൽ ജനത്തോടൊപ്പം മരുഭൂമിയിൽ പാളയത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ 32-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഒക്കെ നാം കാണുമ്പോൾ സ്തോത്രം അവിടെ കാണുന്നത് ജനമൊക്കെ അഹരോന്റെ അടുക്കൽ വന്നു കൂടിയിട്ട് പറയുകയാണ്, സ്തോത്രം, ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ മോശയ്ക്ക് എന്ത് ഭവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കറണ്ടിന്റെ അഭാവം വളരെയധികം ബുദ്ധിമുട്ടിലാണെങ്കിലും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ സ്തോത്രം. ഹല്ലേലൂയ. മോശ സ്തോത്രം സീനായിലേക്ക് കയറിപ്പോയപ്പോൾ ഹല്ലേലൂയ ആമേൻ അഹരോൻ ഇസ്രായേൽ ജനത്തോടൊപ്പം സ്തോത്രം പാളയത്തിൽ ഉള്ള കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. അവിടെ വച്ച് ഇസ്രായേൽ ജനം അഹരോനോട് ആമേൻ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ആരാധിക്കുവാൻ തക്കവണ്ണം സ്തോത്രം ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അഹരോനോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. അതിന്റെ ഫലമായി ഹല്ലേലൂയ അഹരോൻ സ്തോത്രം ഇസ്രായേൽ ജനത്തിന് ഒരു പദ്ധതി പറഞ്ഞു കൊടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാര്യമാരുടെയും നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും ആമേൻ പൊൻ കുണുക്കുകളും ആഭരണങ്ങളും കൊണ്ടുവരിക. അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ ഉണ്ടാക്കി തരാമെന്ന്. അതിൻ പ്രകാരം അവർ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നോക്കിക്കേ ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ഇവിടെ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ഫറവോന്റെ അടിമത്തത്തിൽ അകത്തുനിന്നുകൊണ്ട് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ആമേൻ ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം പുറപ്പെടുവിച്ച് ഈ മരുഭൂ യാത്രയിൽ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ വരുന്നതിന് മുൻപായി എന്തെല്ലാം പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നുവോ ആമേൻ അവർക്ക് വേണ്ടി സ്വന്തം ജനമായ ഇസ്രായേലിന് വേണ്ടി ദൈവം അവർക്ക് എന്തെല്ലാം ചെയ്തു കൊടുത്തുവോ, ദൈവം അവർക്ക് എന്തെല്ലാം നന്മകളെ ചെയ്തു കൊടുത്തുവോ അതൊക്കെയും മറന്നു കളഞ്ഞിട്ട് മറ്റൊരു ദൈവത്തെ ആരാധിക്കുവാനൊക്കെ വേണം അവൻ തിരയുന്ന, അതിനുവേണ്ടി വെപ്രാളം കൂട്ടുന്ന, അതിനുവേണ്ടി സ്തോത്രം ഹല്ലേലൂയ അഹരോന്റെ മുമ്പിൽ അടിപൊളി ഉണ്ടാക്കുന്ന അവൻ ഒരു ഇസ്രായേൽ ജനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആമേൻ സ്തോത്രം ഈ മായായ ലോകത്തിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ജനതയോട് ഒട്ടും വിഭിന്നമല്ലാത്ത തരത്തിലുള്ള ജനതയായിരുന്നു സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ ജനം. അല്ലെങ്കിൽ അന്നത്തെ അഹരോന്റെ മുമ്പിൽ ഒരു ദൈവത്തിന് വേണ്ടി വാദിച്ച ഇസ്രായേൽ ജനത്തോട് വിഭിന്നമല്ലാത്തൊരു ജനത ഇന്ന് ഈ കാലഘട്ടത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവം എത്രത്തോളം നന്മ ചെയ്തിട്ടും എത്രത്തോളം അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുത്തിട്ടും പലപ്പോഴും അത് കണ്ടിട്ടും കാണാത്തവരെ പോലും ഗ്രഹിച്ചിട്ടും ഗ്രഹിക്കാത്തവരെ പോലും പലപ്പോഴും അത് അനുഭവിച്ചറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ആയിരിക്കുന്ന ഒരു ലോക ജനതയുടെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ലോക ജനത എന്തിനു പറയുന്നു? ആമേൻ ആത്മീയരെന്ന് നടിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആമേൻ ജനത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ആത്മീക ഗോളത്തിനകത്ത് പോലും പലപ്പോഴും ഹല്ലേലൂയ ആമേൻ ദൈവവചനത്തിന് വിരുദ്ധമായ പല ആത്മീയ അനാചാരങ്ങളും കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ ആമേൻ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനം ദൈവത്തിന് പകരം ആമേൻ മറ്റൊരു ദൈവത്തെ ആരാധിക്കുവാനൊക്കെ വേണമെന്ന് അവൻ ശാഠ്യം പിടിച്ചുകൊണ്ട് മോശയുടെ മുൻപിലേക്ക് കടന്നു ചെല്ലുകയാ. സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ വേദനാജനകമായ കാര്യമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആമേൻ സ്തോത്രം. മരുഭൂമിയിൽ അവരെ നടത്തിയ വിധങ്ങൾ ആമേൻ ഹല്ലേലൂയ വെള്ളമില്ലാതിരുന്നിട്ട് ഭക്ഷണമില്ലാതിരുന്നിട്ട് അവർക്ക് വേണ്ടി ചെങ്കടൽ വറ്റിച്ച് ആമേൻ സ്തോത്രം അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന് ആമേൻ പല അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം അവർക്ക് വേണ്ടി കാണിച്ചു കൊടുത്തിട്ട് പലപ്പോഴും അതൊന്ന് ഗ്രഹിക്കുവാനോ അതൊന്ന് അറിഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനോ കഴിയാതെ വണ്ണം ആമേൻ മനസ്സ് കുരുടാക്കിയിരിക്കുന്ന ആമേൻ ഇസ്രായേൽ ജനത്തെ നമുക്ക് ആ പാളയത്തിനുള്ളിൽ കാണുവാനായിട്ട് കഴിയുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ അതിനോടൊപ്പം വിഭിന്നമല്ലാത്ത ഒരു ലോക ജനത,
ഒരാത്മീക ഗോളം ആമേൻ ഹല്ലേലൂയ നമുക്കിടയിൽ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യം ദൈവജനം മറന്നു പോകുവാനൊക്കെ വേണം ഇടയായി തീരരുത്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ 32-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ 32-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ജനമൊക്കെയും ആ ആഭരണങ്ങൾ കൊണ്ടുവന്ന് അതിനെ ഫറവോൻ സ്തോത്രം കൊത്തുപണി ചെയ്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആമേൻ ഇസ്രായേലിന് ആരാധിക്കുവാനായി കൊടുക്കുകയാ. സ്തോത്രം ഹല്ലേലൂയ. അവരുടെ ഹല്ലേലൂയ ഹൃദയം മൂഢമായി പോയി, അവരുടെ കണ്ണുകൾ അന്ധത പിടിച്ചിട്ട് ആമേൻ അവർക്ക് ആരാധിക്കുവാനൊക്കെ വേണം സ്തോത്രം ഒരു കാളക്കുട്ടിയെ അവർ വാർത്തുണ്ടാക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. നോക്കിയ ദൈവത്തിന്റെ പൈതലെ ആമേൻ അവർ അതിനെ ആർത്തുകൊണ്ട് അതിനുവേണ്ടി ഒരു യാഗപീഠം പണിത് യഹോവയ്ക്ക് ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ അതിന്റെ മുമ്പിൽ സമാധാന യാഗങ്ങൾ കഴിച്ച് ആമേൻ അതിനെ ദൈവമെന്ന് വാട്ടിപ്പാടി അതിന്റെ മുൻപിൽ സ്തോത്രം ഹല്ലേലൂയ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നത് പോലെ വെറും ഒരു കാളക്കുട്ടിയുടെ മുൻപാകെ ആരാധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അതിന്റെ 6-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാനായി എഴുന്നേറ്റു. നോക്ക എത്രത്തോളം അധപതിച്ചു പോയ ഒരാത്മീക മേഖലയാണ് ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ കടന്നു വന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ജനതയുടെ നടുവിൽ പോലും ആമേൻ ആത്മീക ശോഷണം സംഭവിച്ചിട്ട് ആത്മീക ഹല്ലേലൂയ ജീവിതത്തിന് മൂല്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ ജനം ഹല്ലേലൂയ മുന്നോട്ട് നീങ്ങിയെങ്കിൽ ആമേൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ഇപ്പുറം ഓ ഹല്ലേലൂയ ആമേൻ ദൈവമഹത്വത്തെ അറിയാത്ത, പലപ്പോഴും അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടിക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആത്മീകരെന്ന് നടിച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കുന്ന ഹല്ലേലൂയ ആത്മീക സമൂഹത്തിന്റെ നടുവിലും പലപ്പോഴും ആത്മീയ അനാചാരങ്ങൾ ആമേൻ കൊടികുത്തി വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം 2021 അവസാന മാസങ്ങളിൽ ആമേൻ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. ആത്മാവിൽ വേദനയോടൊരു കാര്യം വിളിച്ചു പറയട്ടെ. ആമേൻ സഭയ്ക്കകത്ത് ആത്മീക ഗോളത്തിനകത്ത് അപ്പോസ്തലന്മാർ പഠിപ്പിക്കാത്ത ആമേൻ ഹല്ലേലൂയ തിരുവചനത്തിൽ കാണപ്പെടുവാൻ കഴിയാത്ത പല ആത്മീക അനാചാരങ്ങളും കൊടികുത്തി വാഴുവാൻ തക്കവണ്ണം ആമേൻ 2021 അവസാന മാസങ്ങളിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ എന്തിന് തിരുവചനം പ്രഘോഷിക്കുന്ന ദൈവദാസന്മാരെന്ന് അഭിമാനിക്കുന്ന പലരിൽ നിന്നും ആമേൻ സ്തോത്രം ഹല്ലേലൂയ തിരുവചന പ്രകാരം ആമേൻ അപ്പോസ്തലന്മാർ പറയാത്തത്, അവർ ആചരിക്കാത്തത്, അവർ ആഘോഷിക്കാത്തത് ഹല്ലേലൂയ ആമേൻ നവമാധ്യമങ്ങളിലൂടെ ആമേൻ ഹല്ലേലൂയ അവർ ആഘോഷിക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾക്ക് ഇതിനോട് യോജിപ്പാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ആമേൻ തിരുവചന സത്യങ്ങളെ വളച്ചൊടിക്കുന്ന ഒരു ആത്മീക ജനത ഈ കാലഘട്ടത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാ. സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ജാതീയ ജനതയെ നാം പറഞ്ഞിട്ട് കാര്യമില്ല. ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ പലരും ആമേൻ ദൈവത്തിന് വിരോധമായി, ദൈവത്തിന്റെ നന്മകളെ അനുഭവിച്ചവർ പലരും അതിന് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു കാഴ്ച ആമേൻ സ്തോത്രം ഇന്നും ആമേൻ ഇസ്രായേലിൽ അന്നും ആമേൻ ഉടലെടുക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നിട്ട് കളിപ്പാനായി ആ കാളക്കുട്ടിയുടെ മുൻപാകെ എഴുന്നേൽക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇതിന്റെയൊക്കെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കാരണം എന്തെന്നറിയാമോ? കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാ. കാലം അതിന്റെ തികവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാ. സ്വർഗത്തിലെ നാഥന്റെ വരവേറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ച പല ശുദ്ധന്മാരെയും ആമേൻ ഈ ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. പലരും സ്തോത്രം ഹല്ലേലൂയ അവരുടെ ജീവിതം ഈ ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലരും ആത്മീക ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ആഴമായ യഥാർത്ഥ വെളിപ്പാട് ലഭിച്ച ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കുവാൻ തക്കവണ്ണം ഈ കാലഘട്ടത്തിൽ തയ്യാറാകട്ടെ. മോശ ഇസ്രായേൽ പാളയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രികാലം ഇതിന് ഏറ്റെടുക്കുവാൻ തയ്യാറാകുമെന്ന് എനിക്കറിയത്തില്ല. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാ. ആമേൻ ആത്മീക അനാചാരങ്ങൾക്കും ആമേൻ കൂടെ പോകുവാനല്ല, ആ താളത്തിനൊത്ത് തുള്ളുവാനല്ല, ആ ഒഴുക്കിനൊത്തു നീന്തുവാനല്ല, ആ ഒഴുക്കിനെ മുറിച്ച് കടന്നുകൊണ്ട് തിരുവചന സത്യപ്രകാരം ആമേൻ ഹല്ലേലൂയ അപ്പോസ്തലന്മാരുടെ മാതൃക പ്രകാരം യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃക പ്രകാരം ജീവിച്ചുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവനായി, ക്രിസ്തുയേശുവിന്റെ പക്ഷത്തുള്ളവനായി മാറി നിൽക്കുവാനൊക്കെ വേണം. ഈ 2022 ആമേൻ തുടക്ക ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ. സ്തോത്രം ഹല്ലേലൂയ. ആത്മീക ഗോളത്തിനകത്ത് വന്നിരിക്കുന്ന ആത്മീയ ചൂഷണങ്ങളെ കണ്ടിട്ട് കാണാത്തവരെ പോലെ നിൽക്കുവാനല്ല, അതിനെ വെളിപ്പെടുത്തി
നടത്തിക്കൊണ്ട് അവൻ തിരുവചന സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവനെ തെളിയിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകുവാനൊക്കെ വേണം. എത്ര അഭിഷക്ത ദാസന്മാർ, എത്ര അഭിഷക്ത ദാസിമാർ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കുവാനൊക്കെ വേണം ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളവർ, യഹോവയുടെ പക്ഷത്തുള്ളവർ, ക്രിസ്തു യേശുവിന് വേണ്ടിയുള്ളവർ ഈ കാലഘട്ടത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ നടുവിൽ നിന്ന്, ആത്മീക അനാചാരങ്ങളുടെ നടുവിൽ നിന്ന് മാറി നിൽക്കുവാനൊക്കെ വേണം ഇടയായിത്തീരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എന്തെന്നറിയാമോ? ആമേൻ, മോശ സീനായി പർവ്വതത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആമേൻ ഇസ്രായേൽ ജനം ദൈവത്തെ അറിഞ്ഞ് കർത്താവിന്റെ ഹല്ലേലൂയ അത്ഭുതങ്ങളെ ആമേൻ നേരിട്ട് കണ്ടും അനുഭവിച്ചും മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ ആമേൻ ദൈവജനം ഓ കാളക്കുട്ടിയുടെ ഹല്ലേലൂയ മുൻപാകെ അട്ടഹസിച്ചുകൊണ്ട് ഹല്ലേലൂയ അതിന്റെ മുമ്പിൽ ഹല്ലേലൂയ കളിച്ച് കൂത്താടി അതിനെ ദൈവമെന്ന് ആമേൻ ഹല്ലേലൂയ ആഘോഷിക്കുന്ന ഒരു കാഴ്ച കാണുവാനൊക്കെ വേണം ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ജയിച്ച് ആർക്കുന്നവരുടെ ഘോഷമല്ല അവിടെ കേട്ടത്. ആമേൻ, തോറ്റ് പട്ടുപോയവരുടെ ഘോഷം ആ പാളയത്തിൽ മുഴങ്ങി കേൾക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. ആമേൻ, സ്തോത്രം. മോശ എന്താ ചെയ്തതെന്നറിയാമോ? അവർക്കൊപ്പം തുള്ളുവാനും ആടുവാനും കടന്നുപോയില്ല. അഹരോനെ നീ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞില്ല. പിന്നെ എന്താ ചെയ്തത്? ഹല്ലേലൂയ. ഈ കാലഘട്ടമാണെങ്കിൽ നാം ഒരു വാക്ക് പറയാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരെ നേടണമെങ്കിൽ നാം അവരെ പോലെ ആയി തീരണമെന്ന്. നോ, അങ്ങനെയല്ല. പാപത്തെ കണ്ടാൽ പാപമെന്ന് തിരിച്ചറിയുവാൻ, പാപമാണ് നീ ചെയ്തതെന്ന് വിളിച്ചു പറയുവാൻ, ഓ തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് വിളിച്ചു പറയുവാൻ, ദൈവവചനത്തിന് വിരോധമായെന്ന് കണ്ടാൽ അത് തിരുവചന സത്യത്തിൽ ഇല്ല എന്ന് ആമേൻ സധൈര്യം ഓ വിളിച്ചു പറയുവാനൊക്കെ വേണം തന്റെ ഇടമുള്ള അഭിഷക്ത ദൈവദാസന്മാരെ, അഭിഷക്ത ദൈവദാസിമാരെ ഈ കാലഘട്ടത്തിൽ നിന്ന് കർത്താവ് വേർതിരിക്കുവാൻ പോവുകയാ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയുവാനൊക്കെ വേണം ഇടയായി തീരും. നോക്ക്, മോശ ഇസ്രായേൽ ജനത്തോട് ചേർന്ന് നിന്നില്ല, പകരം ഇസ്രായേൽ ജനത്തിന് ശിക്ഷ വിധിപ്പാനൊക്കെ വേണം ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ഈ സമൂഹം ഹല്ലേലൂയ ആമേൻ വളരെയധികം സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം അപകടകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരെ പറയുന്നത് എന്തിനാ? ആത്മീക ഗോളം അതപ്പതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും വിശുദ്ധരെന്ന് നാം വിചാരിച്ചവർ, പലപ്പോഴും ദൈവത്തിന്റെ നാമമഹത്വത്തിനു വേണ്ടി നിൽക്കുന്നവർ, അവൻ ശോഭിക്കപ്പെടുന്നവർ എന്ന് നാം വിചാരിക്കുന്നവർ പോലും പലപ്പോഴും ആത്മീക ഗോളത്തിനകത്തു നിന്ന് ആമേൻ ഹല്ലേലൂയ വീഴുവാൻ പോകുന്ന കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പല ദൈവവചനത്തിന് വിരുദ്ധമായ പല ദുരുപദേശങ്ങളും ആത്മീക ഗോളത്തിനകത്ത് കടന്നുകൂടി ജനത്തെ തെറ്റിച്ചുകൊണ്ട് ഹല്ലേലൂയ മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? കാലം അതൊരു തികവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമാക്കിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ തെറ്റ് കണ്ടിട്ട് അതിനോട് അനുരൂപപ്പെടാനല്ല ആമേൻ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ലോകത്തിന് അനുരൂപരാകരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് ആമേൻ ഹല്ലേലൂയ അതിന് ഹല്ലേലൂയ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മോശ എന്താ ചെയ്തത്? ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ കുറച്ചുകൂടെ ആരാധിച്ചു എന്ന് പറഞ്ഞില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇത് തന്നെ പറ്റിയതെന്ന് പറഞ്ഞില്ല, ഇതാ നല്ലതെന്ന് പറഞ്ഞു കൊടുത്തില്ല. പിന്നെ എന്താ ചെയ്തത്? ആ കാളക്കുട്ടിയെ സ്തോത്രം ഹല്ലേലൂയ ഇടിച്ച് പൊടിച്ച് ആമേൻ ഹല്ലേലൂയ ധൂളിയാക്കി അതിനെ വെള്ളത്തിൽ കലക്കി ആമേൻ സ്തോത്രം ഇസ്രായേൽ ജനത്തെ കുടിപ്പിക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ കോപം ശമിപ്പിച്ച ഒരു മോശയെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇവർ ആരാധിക്കുന്ന ഹല്ലേലൂയ വിഗ്രഹത്തിന്റെ മുൻപാകെ ഇവർ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിലെ നാഥൻ ആമേൻ എഴുന്നേറ്റ് ന്യായവിധിക്കായി ഒരുങ്ങുവാനൊക്കെ വേണം ഇടയായി തീർന്നു. എന്നാൽ മോശ എന്താ ചെയ്തത്? ഹല്ലേലൂയ അവരെ കൊന്നോളൂ എന്ന് പറഞ്ഞില്ല, പകരം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവത്തിന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. യഹോവയുടെ കോപത്തെ ശമിപ്പിച്ചിട്ട് ഹല്ലേലൂയ ദൈവജനത്തിന് തക്കതായ ശിക്ഷ കൊടുത്ത് ദൈവകോപത്തെ ആമേൻ സ്തോത്രം ശമിപ്പിക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. ഈ കാലഘട്ടത്തിൽ ആമേൻ ഹല്ലേലൂയ ഇത്തരത്തിലുള്ള അഭിഷക്തന്മാർ എഴുന്നേൽക്കേണ്ടത് ആമേൻ ആത്മീക ഗോളത്തിന് ആവശ്യമാ. ഹല്ലേലൂയ. തെറ്റ് കണ്ടിട്ട് ചേർന്ന് നിൽക്കുവാനല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപം കണ്ടിട്ട് അതിനോട് അനുരൂപപ്പെട്ടുകൊണ്ട് അത് ശരിയെന്ന് പറയുവാനല്ല. എങ്ങനെയെങ്കിലും ഹല്ലേലൂയ സൂത്രപ്പണി ഒപ്പിച്ച് ആമേൻ ഹല്ലേലൂയ രക്ഷയെ കരസ്ഥമാക്കാമെന്ന് വിചാരിക്കേണ്ട. ദൈവവചനം എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ഫോർവേഡ്. ഹല്ലേലൂയ. എത്ര പേർ
രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം യോജിക്കുന്ന എനിക്കറിയത്തില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. രക്ഷ സൗജന്യമാ, പക്ഷെ അതിന്റെ പുറകിലൂടെയുള്ള സൂത്രപ്പണികളല്ല. ആമേൻ ഹല്ലേലൂയ. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല, അത് ദൈവം പ്രസാദിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ മോശ എന്താ ചെയ്തത്? ജനത്തെ കുടിപ്പിച്ചു. ഹല്ലേലൂയ. അത് മുഖാന്തരം അനേകം പേർ പട്ടുപോകുവാനൊക്കെ വേണം ഇടിയായി തീർന്നു. എന്നിട്ട് പാളയത്തിന്റെ കൂടാരവാതിൽക്കൽ ചെന്ന് നിന്നിട്ട് മോശ ഇപ്രകാരം ഒരു വാക്ക് വിളിച്ചു പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ കടന്നു വരട്ടെ. ഓ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ദൈവജനമാ, ഇസ്രായേലാ സ്തോത്രം, യഹോവയുടെ പക്ഷത്തുള്ളവൻ കുറവാ സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ. ഞാൻ ഈ കാലഘട്ടത്തെ പരിശോധിച്ച് നോക്കി ഞാൻ ചിന്തിക്കുകയാ സ്തോത്രം. ദൈവം വലിയൊരു കൂട്ടത്തെ ചേർക്കുവാനല്ല ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗം നിറച്ച് ഹല്ലേലൂയ ജനത്തെ ആമേൻ പിടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചല്ല കർത്താവിന്റെ വരവ്. ആമേൻ. കർത്താവിന്റെ വരവിൻ നാളിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് അഭിഷക്തൻ മറ്റൊരു ഭാഗത്ത് വിളിച്ചു ചോദിക്കുകയാ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എനിക്കറിയാം 2022 തുടക്ക ദിനങ്ങളാ. ഹല്ലേലൂയ. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ അത് വായിക്കൊണ്ട് വിളിച്ചു പറഞ്ഞാൽ പോരാ. ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അനുഗ്രഹം ആമേൻ നമ്മുടെ പുറകെ കടന്നു വരുവാനൊക്കെ വേണം ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം 2022 തുടക്ക ദിവസങ്ങൾ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹം ആവശ്യമാ. ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. പക്ഷെ നാം ക്രമീകരിക്കേണ്ടതുപോലെ ക്രമീകരിച്ച് വിടേണ്ടത് വിട്ടുകളഞ്ഞ് ദൈവസന്നിധിയിൽ നേരോടെ നിന്നാൽ ആമേൻ ആമേൻ സ്തോത്രം കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി നിന്നു കൊടുത്താൽ അവൻ നമ്മെ ആമേൻ കൃത്യമായി അനുഗ്രഹിച്ചിരിക്കും. ഈ മരുഭൂമി യാത്രയിൽ നാം പട്ടുപോകുവാനൊക്കെ വേണം ദൈവം നമ്മെ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. മോശ ഞാൻ പറഞ്ഞുവല്ലോ, മോശ ആ ജനത്തെ ആമേൻ സ്തോത്രം അവരുണ്ടാക്കിയ കാളക്കുട്ടിയെ ആമേൻ ഇടിച്ചു പൊടിയാക്കി അവരെ കുടിപ്പിക്കുവാനൊക്കെ വേണം ഇടിയായി തീർന്നു. എന്നിട്ട് വാതിൽക്കലേക്ക് ഇറങ്ങിച്ചെന്ന് നിന്നിട്ട് സകല ഇസ്രായേൽ ജനം കാണുക വിളിച്ചൊരു ചോദ്യം, യഹോവയുടെ പക്ഷത്തുള്ളവൻ ആർ? ഹല്ലേലൂയ. അവൻ എന്റെ അടുക്കൽ കടന്നു വരട്ടെ. മോശയ്ക്ക് മനസ്സിലായി വലിയൊരു കൂട്ടമാ. ഹല്ലേലൂയ. ആമേൻ. 600,000 ജനമാ, ലക്ഷക്കണക്കിന് ജനമുണ്ട്. പക്ഷേ ആമേൻ ക്രിസ്തുവിന്റെ വെളിപ്പാടിന് ആമേൻ യേശു ക്രിസ്തുവെ അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയവർ ആമേൻ ചുരുക്കമാ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചുരുക്കം ചിലരാ. അവരെ മോശ വേർതിരിക്കുവാനൊക്കെ വേണം ഇടിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളെ ആമേൻ സ്തോത്രം. നാം കാണുന്നതെല്ലാം നമ്മുടെ കണ്ണിന് കാണുന്നതെല്ലാം നല്ലതല്ല, നമ്മുടെ കണ്ണിന് കാണുന്നതെല്ലാം ശരിയല്ല. ആമേൻ. ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് കേൾക്കുന്ന സകല വചനങ്ങളെയും വിവേചിച്ചുകൊണ്ട് ആമേൻ കേൾക്കുന്ന എല്ലാത്തിനും ഏറ്റെടുക്കുവാനല്ല, അതിനെ വിവേചിച്ചുകൊണ്ട് ആമേൻ അത് ശരിയാണോ തെറ്റാണോ എന്ന് തിരുവചന അടിസ്ഥാന പ്രകാരം പരിശോധിച്ചിട്ട് അതിനെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാനൊക്കെ വേണം ജനം തയ്യാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഗോതമ്പേത് കളയേതെന്ന് ഒരിക്കലും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ആമേൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഹല്ലേലൂയ ഒറിജിനൽ ഏതെന്ന് ഒരിക്കലും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ആത്മീക ഗോളം ആമേൻ സ്തോത്രം ഹല്ലേലൂയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആമേൻ. പാവപ്പെട്ട ദൈവജനത്തെ വഴിതെറ്റിക്കുവാനൊക്കെ വേണം ആമേൻ ദുരുപദേശങ്ങൾ ഹല്ലേലൂയ കുടിയേറി പാർത്തുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ മക്കളെ ആമേൻ അങ്ങനെയല്ല. ആമേൻ തെറ്റാണെന്ന് ഹല്ലേലൂയ തെറ്റിനെ തെറ്റാണെന്ന് പറയുവാൻ, പാപം ചെയ്താൽ പാപമാണെന്ന് ഹല്ലേലൂയ സധൈര്യം വിളിച്ചു പറയുവാനൊക്കെ വേണം. യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ നാം ഈ കാലഘട്ടത്തിൽ പ്രാപിക്കണം. ആ തീഷ്ണതയുടെ ആത്മാവിനെ മോശ ചെയ്തതുപോലെ ആമേൻ നീ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞില്ല ആമേൻ ഹല്ലേലൂയ പാപബോധം വരുത്തിക്കൊടുത്ത അവർക്ക് തക്കതായി ശിക്ഷ കൊടുക്കുവാനൊക്കെ വേണം മോശ തുനിയും. ആമേൻ. അത് മുഖാന്തരം ഹല്ലേലൂയ യഹോവയുടെ കോപം ശമിപ്പിക്കുന്ന ഒരു മോശ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ചേരേണ്ടതിനോട് ചേർന്ന് നിൽക്കുവാൻ സ്തോത്രം. കൂട്ടുകൂടേണ്ടതിനോട് മാത്രം കൂട്ടുകൂടുവാൻ. ആമേൻ. കേൾക്കുന്ന ആലോചനകളെല്ലാം ഏറ്റെടുക്കുവാനല്ല, ഏറ്റെടുക്കേണ്ടതിനെ മാത്രം ഏറ്റെടുത്തുകൊണ്ട് ആമേൻ ഉപദേശ സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ആമേൻ അനുഗ്രഹം നിശ്ചയമാം. 2022 നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാം. കൈതടുന്ന മേഖലകളെ ദൈവം അനുഗ്രഹിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനപ്രകാരമുള്ള ദൈവഹിതപ്രകാരമുള്ള സകല അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. അതിന് മുൻപായി ഹല്ലേലൂയ കളയേണ്ട ചിലതിനെ വിട്ടുകളഞ്ഞിട്ട് ആമേൻ സത്യമായതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാനൊക്കെ വേണം ദൈവജനം ഈ കാലഘട്ടത്തിൽ ആമേൻ സ്തോത്രം എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. 32 14 വാക്യത്തിൽ യഹോവ അനുതപിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? ആമേൻ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ശരിയിലേക്ക് കൊണ്ടുവരുവാനൊക്കെ വേണം. ഒരു മോശ എഴുന്നേറ്റപ്പോൾ ആമേൻ സ്തോത്രം നല്ലതിനെ തീയതിനെ വേർതിരിക്കുവാനൊക്കെ വേണം. ഒരു മോശ അവിടെ എഴുന്നേറ്റപ്പോൾ ആമേൻ സ്തോത്രം പാപത്തെ ഇസ്രായേൽ ജനതയുടെ നടുവിൽ നിന്ന് അകറ്റി
മാറ്റിക്കളഞ്ഞിട്ട് അവരെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുവാനൊക്കെ വേണം. അഭിഷിക്തനായ മോശ എഴുന്നേറ്റപ്പോൾ ദൈവം അവരുടെ മുമ്പാകെ അനുദപിപ്പാനൊക്കെ വേണം ഇടയായിത്തീർന്നു. ദൈവം അവർക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്ന ന്യായവിധിയിൽ നിന്ന് ദൈവം നമ്പുരാൻ പിന്മാറുവാനൊക്കെ വേണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങനെങ്കിൽ കാലഘട്ടത്തില് അവൻ ദൈവത്തെ കോപിപ്പിക്കുന്നവരായിട്ടല്ല, അവനെ പ്രസാദിപ്പിക്കുന്നവരായി മുൻപോട്ട് പോകുവാനൊക്കെ വേണം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞുവല്ലോ, വളരെ ചെറിയൊരു കൂട്ടം മാത്രമേ കർത്താവിന്റെ വരവിൻ നാളിൽ എടുക്കപ്പെടുകയുള്ളൂ എന്നുള്ളൊരു നഗ്നമായ സത്യം ദൈവജനം തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ വളരെ ചെറിയൊരു കൂട്ടത്തിന്റെ നടുവിലും ആമേൻ നമ്മുടെ പേര് കാണുവാൻ അശ്വപേറും നാട്ടിൽ, അശ്വപേറും കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ പേരും എഴുതി കാണപ്പെടുവാനൊക്കെ വേണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഈ പുതുവർഷത്തിൽ നാം അതിന് തയ്യാറാകേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. മറ്റൊരു ഭാഗത്ത് ഇപ്രകാരം കാണുന്നു. ആമേൻ, സ്തോത്രം. ഇസ്രായേൽ സഭയുടെ നടുവിലേക്ക് ഒരു അന്യജാതിക്കാരി സ്ത്രീയെ പരസ്യമായി ഒരു ഇസ്രായേലിനകത്ത് കൊണ്ടുവന്നപ്പോൾ യഹോവയുടെ കോപം അവർക്ക് വിരോധമായി എഴുന്നേൽക്കുവാനൊക്കെ വേണം ഇടയായിത്തീർന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാ. ആമേൻ, സ്തോത്രം. ആമേൻ, ഇസ്രായേൽ ജനം കാൺകെ അവൻ പരസ്യമായി പാപം ചെയ്തുകൊണ്ട് ഒരുത്തൻ ഇസ്രായേൽ പാളയത്തിനകത്തേക്ക് കടന്നു വരുന്നൊരു കാഴ്ച ഫീനഹാസ് എന്നൊരുവൻ കണ്ടു. ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചവൻ, ക്രിസ്തു എന്ന വെളിപ്പാടിനെ യഥാർത്ഥമായി ഗ്രഹിച്ചവൻ ആ പാപത്തെ കണ്ടിട്ടും കണ്ണടച്ചിരുന്നില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ കോപം, യഹോവ അയച്ച ബാധ ഇസ്രായേൽ പാളയത്തിനകത്ത് കത്തുവാനൊക്കെ വേണം ഇടയായിത്തീർന്നു. അതുകൊണ്ട് മിണ്ടാതിരിക്കാതെ ഫീനഹാസ് എന്നൊരുവൻ ആമേൻ അവരുടെ മുമ്പാകെ ദൈവത്തിന് പകരമായി ന്യായവധിക്കായി എഴുന്നേൽക്കുവാനൊക്കെ വേണം ഇടയായിത്തീർന്നു. ഒരു കുന്തം എടുത്തിട്ട് ആ രണ്ടുപേരെയും അവരുടെ ഉദരം തുളയും വണ്ണം അവരെ കുത്തിക്കളയുവാനൊക്കെ വേണം ഇടയായിത്തീർന്നു. ഇത് കണ്ടപ്പോൾ യഹോവയുടെ കോപം ശമിച്ചു എന്ന് തിരുവചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ കോപത്തെ ശമിപ്പിക്കുന്ന അഭിഷക്തന്മാരെ, അഭിഷക്തദാസിമാരെ ഈ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞുകൊണ്ടിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. കോപത്തോട് കോപം കൂട്ടുവാനല്ല, പാപം ചെയ്ത് ഹല്ലേലൂയ പാപത്തിൽ ജീവിക്കുന്ന ജനതയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനൊക്കെ വേണം. അതിനകത്തു നിന്ന് വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്ന് അത് പാപമാ ചെയ്തതെന്ന് ആമേൻ അവർക്ക് തിരിച്ചറിവ് കൊടുക്കുവാനൊക്കെ വേണം. ഓ ഹല്ലേലൂയ. ഒരു കൂട്ടം ഹല്ലേലൂയ ദൈവദാസന്മാരെ, ദാസിമാരെ ഈ കാലഘട്ടത്തിൽ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. നോക്കിയേ, ഫീനഹാസ് എന്നൊരുവൻ കർത്താവിന്റെ തീഷ്ണതയെ ശമിപ്പിച്ചു, കർത്താവിന്റെ കോപത്തെ ശമിപ്പിച്ചു. ഹല്ലേലൂയ. അല്ല എങ്കിൽ ഫീനഹാസ് എന്നൊരുവൻ ആ സഭയുടെ മധ്യ എഴുന്നേൽക്കാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ പാളയം മൊത്തമായി യഹോവയുടെ കോപത്തിൽ നശിപ്പിച്ചു പോകുമായിരുന്നു. ദൈവം നമ്പുരാൻ അവരെ മൊത്തമായി നശിപ്പിച്ചു കളയുമായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, പാപം കണ്ടാൽ അതിന് കൂട്ടു നിൽക്കുവാനല്ല, അതിന് ചേർന്ന് സപ്പോർട്ട് കൊടുക്കുവാനല്ല, അതാരായിക്കോട്ടെ. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മെക്കാൾ ആത്മീക ജീവിതത്തിൽ ഹല്ലേലൂയ സീനിയോറിറ്റി ഉള്ളവരായിരിക്കാം, ഒരുപക്ഷെ നമ്മെക്കാൾ പ്രായവും പക്വതയും ഉള്ളവരായിരിക്കാം. പ്രായത്തെ മാനിച്ചുകൊണ്ട്, പക്വതയെ മാനിച്ചുകൊണ്ട് അവൻ പാപത്തെ മാനിക്കുവാനല്ല, അവൻ ചെയ്യുന്ന പാപപ്രവർത്തിക്ക് ഹല്ലേലൂയ കണ്ടിട്ടത് എസ് എന്ന് പറയുവാനല്ല, അത് തെറ്റാണെന്ന് വിളിച്ചു പറയുവാനുള്ള തന്റെ ഇടമുള്ള ഹൃദയം, തീഷ്ണതയുടെ ഹൃദയം, ദൈവത്തിന്റെ ഹല്ലേലൂയ തീഷ്ണതയുടെ ഹൃദയം ഈ കാലഘട്ടത്തിൽ നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ തീഷ്ണതയെ ശമിപ്പിച്ച ഫീനഹാസ്, യഹോവയുടെ കോപത്തെ ശമിപ്പിച്ച ഒരു മോശ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ എത്ര പേർക്ക് ഒരു മോശയായി നിൽക്കുവാൻ താല്പര്യമുണ്ട്? എത്ര പേർ ദൈവസ്ഥാനം സമർപ്പിക്കുവാനൊക്കെ വേണം ഇടയായി തീരും? എത്ര പേരെ ഫീനഹാസിനെ പോലെ ദൈവകരങ്ങളിൽ ഒന്ന് കൊടുക്കുവാനൊക്കെ വേണം ഇടയായി തീരും? സ്തോത്രം. ഹല്ലേലൂയ. മോശ വിളിച്ചു പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒരു വാക്യം കൂടെ വായിപ്പാൻ തക്കവണ്ണം ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. സ്തോത്രം. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. സ്തോത്രം. ഇവിടെ ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു. ഇവിടെ നാം വായിച്ചു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം ഇവിടെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിനുള്ളവർ എന്താ ചെയ്തത്? ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ജഡത്തെ ക്രൂശിക്കാത്തവൻ, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിക്കാത്തവൻ, പാപത്തെ ക്രൂശിക്കാത്തവൻ, ഓ ഹല്ലേലൂയ, ജഡത്തിൽ ജീവിക്കുന്നവൻ ക്രിസ്തുവിനുള്ളവൻ അല്ലെന്ന് അവൻ
കണ്ട കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ലെന്ന്, അവൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ അടിവരയിട്ട് ഉറപ്പിക്കുകയാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലെ, ഈ മായായ ലോകത്തില് ഈ പാപപങ്കിലമായി ഹല്ലേലൂയ തീർന്നുകൊണ്ടിരിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഈ ലോകത്തിന്റെ നടുവിൽ നിന്ന് യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ഓ ക്രിസ്തേശുവിനുള്ളവർ ഒന്ന് മാറി നിൽക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. ജഡത്തെ ക്രൂശിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു യേശുവിനുള്ളവർ തയ്യാറാകും. ഹല്ലേലൂയ. അതെ, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചവരത്രേ യേശു ക്രിസ്തുവിനുള്ളവർ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? ജഡത്തെ ക്രൂശിക്കാത്തവൻ, ഹല്ലേലൂയ, ഈ ലോകത്തെ കാണുമ്പോൾ അതിനോടൊപ്പം അനുഭവപ്പെടുന്നവൻ, ഈ പാപത്തെ കണ്ടാൽ പലപ്പോഴും അത് ഹല്ലേലൂയ പാപമെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകുന്നവർ. സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാ? ആത്മീക ഗോളത്തിനകത്ത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീക ശോഷണം, ഹല്ലേലൂയ ശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. തിരുവചന സത്യങ്ങൾക്ക്, ഉപദേശ സത്യങ്ങൾക്ക് പലപ്പോഴും ഹല്ലേലൂയ ആമേൻ മൂല്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഒരു കൂട്ടർ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ജാതീയമായ ഹല്ലേലൂയ അനാചാരങ്ങൾക്കൊപ്പം ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം തിരുവചന സത്യങ്ങളെയും കൂടെ ചേർത്ത് ആമേൻ ഹല്ലേലൂയ അനുരൂപനാക്കി കൊടുക്കുവാനൊക്കെ വേണം. ഉപദേശങ്ങളിലൂടെ ആകട്ടെ, അവരുടെ പ്രവർത്തന മേഖലകളിലൂടെ ആകട്ടെ, അവരുടെ സംസാരങ്ങളിലൂടെ ആകട്ടെ, ഹല്ലേലൂയ പലപ്പോഴും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ തിരുവചനത്തിന്റെ യഥാർത്ഥ സത്യങ്ങൾ പലപ്പോഴും ഹല്ലേലൂയ ജാതീയമായ അവസ്ഥയിലേക്ക് അവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയഭേദകമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാ. അങ്ങനെയെങ്കിൽ സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 2022 തുടക്ക നാളുകളിൽ ആമേൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ, ക്രിസ്തേശുവിനുള്ളവർ ജഡത്തെ ഒന്ന് ക്രൂശിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. ജഡത്തെ കുറിച്ച് ഒക്കെ പറയാനുള്ള ഒത്തിരി വലിയ ഭാഗമാണ്, നമുക്ക് എവർക്കും അറിയാമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ സ്തോത്രം, ഹല്ലേലൂയ ജഡത്തെ ക്രൂശിക്കേണ്ടത് ആവശ്യമാ. ആത്മാവിന് എന്റെ ഹിതം ചെയ്യണമെങ്കിൽ ജഡത്തെ ഒന്ന് ക്രൂശിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. വികാരങ്ങളെ, വിചാരങ്ങളെ, നിരൂപണങ്ങളെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ ലൗകികപരമായ ആമേൻ ജാതികൾ ചെയ്തു പോരുന്ന ചില ഹല്ലേലൂയ ആചാര അനുഷ്ഠാനങ്ങളെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ക്രിസ്തേശുവിനുള്ളവരുടെ ജീവിതത്തിൽ നിന്ന്, ആത്മീക കോളത്തിൽ നിന്ന് ആമേൻ അതൊക്കെ തുടച്ചറിയപ്പെടേണ്ട സമയങ്ങൾ ആമേൻ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പക്ഷത്ത് നിൽക്കുവാൻ ആരുണ്ട്? കർത്താവ് തിരയുകയാ. കർത്താവിന്റെ കോപത്തെ ശമിപ്പിക്കുവാൻ ആരുണ്ട്? കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുവാൻ, കർത്താവിന്റെ ഹല്ലേലൂയ കർത്താവിനുള്ളവർ ജഡത്തെ ക്രൂശിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ ആത്മാവിന്റെ ഹിതപ്രകാരം മുന്നോട്ട് നീങ്ങുവാൻ ആരുണ്ടെന്ന് സ്വർഗത്തിൽ ദൈവം നമ്പുരാൻ നോക്കുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, സ്തോത്രം, ഇവിടെ കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഹല്ലേലൂയ വിരാമം കുറിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. മോശ വിളിച്ചു പറഞ്ഞതുപോലെ യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ കാലഘട്ടങ്ങൾ കഴിയും തോറും ആമേൻ മാസങ്ങൾ, ദിവസങ്ങൾ, വർഷങ്ങൾ കഴിയും തോറും ആത്മീക മേഖലയ്ക്ക് വ്യത്യാസം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ ഉപദേശ സത്യങ്ങൾക്ക് അയവുകൾ വന്നുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കണ്ട് മനസ്സ് പതറിപ്പോകുവാനല്ല, ഇതൊക്കെ കണ്ട് എന്താ ചെയ്യാനുള്ളത്? ആമേൻ സ്തോത്രം, പാപത്തോടെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽപ്പാൻ നാം കഴിയണം. അതുമാത്രമല്ല, ഇരമ്യാവിനെ പോലെ പോയിരുന്ന് കരയുവാൻ, ജനത്തിന് വേണ്ടി ഹല്ലേലൂയ കരയുവാനൊക്കെ വേണം അഭിഷിക്തദാസന്മാർക്ക് കഴിയട്ടെ. അതിനുവേണ്ടി ജനം ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കുവാനൊക്കെ വേണം ഒരുങ്ങട്ടെ. ഹല്ലേലൂയ. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിന്നുകൊണ്ട്, ജഡത്തെ ക്രൂശിച്ചുകൊണ്ട്, പാപത്തെ പാപമെന്ന് പറഞ്ഞുകൊണ്ട്, തെറ്റിനെ കണ്ട് ന്യായീകരിക്കാതെ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടും ജനത്തിനെ ബോധ്യം വരുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുവാനൊക്കെ വേണം. എല്ലാ വിശുദ്ധദാസന്മാരെയും ദൈവമക്കളെയും ഈ കാലഘട്ടത്തിൽ 2022 ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. 2022 നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വർഷമാണ്. അത് മാത്രമല്ല ആമേൻ ശുദ്ധീകരണത്തിന്റെ വർഷമായി മാറട്ടെ. ഓ ഹല്ലേലൂയ, ഒരു വേർപാടിന്റെ വർഷമായി മാറട്ടെ. യഹോവയുടെ പക്ഷത്തിലേക്ക് ഒരു മാറ്റം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തില് അനുഗ്രഹങ്ങളാലെ, നന്മകളാലെ ദൈവം നിറയ്ക്കട്ടെ. അതിലുപരി കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുകയാ. വിശുദ്ധിയോടെ, വേർപാടോടെ ജീവിച്ചുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരാതെ, ദർശനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ഹല്ലേലൂയ ആമേൻ പണ്ടത്തെ പോലെ അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആദ്യ സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ, ആദ്യ പ്രത്യാശയിലേക്ക് മടങ്ങി വരുവാൻ, തിരുവചന സത്യങ്ങളിലേക്ക് മടങ്ങി വരുവാൻ നമുക്കൊന്ന് കടന്നു പോകാമോ? ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാമോ? ഹല്ലേലൂയ. നാം എവിടെ കൊണ്ടാ തുടങ്ങിയത്, എന്നാൽ നാം നിൽക്കുന്നത് ഇപ്പോ എവിടെയാ? ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചിട്ട്
എവിടെ വെച്ചാണ് നാം തെറ്റിപ്പോയത് ആമേൻ അവിടോട്ടൊന്ന് തിരിച്ചു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 2022 പ്രാരംഭത്തിൽ ആമേൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ. സ്തോത്രം. ഒന്നുകൂടെ നമ്മെ തന്നെ ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളൊന്ന് സമർപ്പിക്കാമോ? കർത്താവിന്റെ കോപത്തെ ശമിപ്പിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവിന്റെ തീഷ്ണതയെ ഒന്ന് ശമിപ്പിക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, ദൈവജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി ആമേൻ പ്രാണൻ പോയാലും അതിനു വേണ്ടി നിലകൊള്ളുവാനൊക്കെ വേണം. എത്ര പേരെന്ന് പകൽ ഈ രാത്രികാലം തയ്യാറാകും? ആമേൻ, നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തുകൊണ്ട് സമർപ്പിക്കുമെങ്കിൽ ആമേൻ നിങ്ങളെ ഈ കാലഘട്ടത്തിൽ കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ, ഒരു തീനാവാക്കി മാറ്റുവാൻ, ഒരു തീയമ്മാക്കി മാറ്റുവാൻ, കർത്താവിന് വേണ്ടി ശപിക്കപ്പെടുന്ന ആമേൻ, ഹല്ലേലൂയ, ഒരു മെതിവേണ്ടിയാക്കി മാറ്റുവാൻ, പല്ലേറിയത് മൂർച്ചയുള്ളതുമായ ഒരു ഇണങ്ങിയ ആയുധമാക്കി മാറ്റുവാനൊക്കെ വേണം. ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേരെന്ന് രാത്രികാലം സമർപ്പിക്കും? ഹല്ലേലൂയ. എത്ര പേരെന്ന് രാത്രികാലം യഹോവയുടെ പക്ഷത്തേക്ക് ഒന്ന് മാറി നിൽക്കും? അവൻ കൂട്ടം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിച്ചുകൊട്. കർത്താവിനെ അറിവില്ലാതെ, കർത്താവിനെ നിരക്കാത്തത്, കർത്താവിന്റെ വചനത്തിലില്ലാത്തത് ഹല്ലേലൂയ ഞാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇനി മുതൽ അങ്ങനെയല്ലപ്പാ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. അതിൽ നിന്നൊരു വിടുതൽ എനിക്ക് ആവശ്യമാ. കർത്താവിന്റെ പക്ഷത്തേക്ക് ഒന്ന് ചേരുവാൻ, ഹല്ലേലൂയ, കർത്താവിന്റെ പക്ഷത്തേക്ക് ഒന്ന് മാറി നിൽക്കുവാനൊക്കെ വേണം. മറ്റുള്ളവരെ പോലെയല്ല ആമേൻ, ഭൂരിപക്ഷത്തോട് ചേർന്ന് നിൽക്കാനല്ല, സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ. സ്തോത്രം. നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? അവന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ കരം കൂടെയുണ്ട്. അവന് അനുഗ്രഹിപ്പാനൊക്കെ വേണം ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ 2022 ആമേൻ, സ്തോത്രം, ശുദ്ധീകരണത്തിന്റെ വർഷമായി മാറട്ടെ, വേർപാടിന്റെ ഒരു വർഷമായി മാറട്ടെ. ഹല്ലേലൂയ. അതിലുപരി കർത്താവ് സകല അനുഗ്രഹങ്ങളാലും നന്മകളാലും നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു മാനിക്കുമാറാകട്ടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പ്രത്യേക ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ഈഡൻ ഗോസ്പൽ മിനിസ്ട്രിയുടെ അഡ്മിനായിരിക്കുന്ന പാസ്റ്റർ വിജു ആനാവൂരിനോടുള്ള കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇത്രത്തോളം സമയം ഓൺലൈനിൽ എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയ ദൈവമക്കളോടുമുള്ള ദൈവസ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ, മാനിക്കട്ടെ. 2022 ആമേൻ, ശുദ്ധീകരണത്തിന്റെ വർഷമായി മുന്നോട്ട് പോകുവാൻ, അത് മുഖാന്തരമുള്ള അനുഗ്രഹങ്ങളും നന്മകളും കർത്താവിങ്കൽ എന്ന് പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാനൊക്കെ വേണം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.